നമസ്കാരം. ഇന്നത്തെ റെസിപ്പി വറുത്തരച്ച ചിക്കൻ കറിയാണ്. ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നതാണ്. ഈ റെസിപ്പിയിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അത് കറി തയ്യാറാക്കുമ്പോൾ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം മാത്രമേ ഇപ്പം പറയാനുള്ളൂ. ആ കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഗ്രേവി ഒന്ന് നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാൻ. ചിലർക്കൊക്കെ കുറച്ചും കൂടെ ഗ്രേവി വേണം. ഇച്ചിരി കുറുകിയിരിക്കുന്ന കറി പോലെ അല്ലാതെ ഇച്ചിരി നീണ്ടിരിക്കുന്ന കറി പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം, ഞാൻ ചേർത്തിരിക്കുന്നതിലും കുറച്ചും കൂടെ വെള്ളം ചേർക്കണം. അപ്പോൾ ചിലരൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി തണുത്ത് കഴിയുമ്പോൾ ചിലപ്പം കുറുകി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർക്കണം. അഥവാ നിങ്ങൾ ഉണ്ടാക്കുന്ന കറി കുറുകിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇച്ചിരി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. അപ്പോഴൊക്കെ എങ്ങനെയാണ് വറുത്തരച്ച ചിക്കൻ കറി തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുക്കുന്നത്. അത് എല്ലോട് കൂടിയ ചിക്കൻ എടുക്കുമ്പോഴാണ് ഈ കറിക്കൊരു ടേസ്റ്റ് ഉള്ളത്. ഇനി ഇതിന് ഞാൻ കുറേ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് ഞാൻ ആ കറി ചേർക്കുന്ന സമയത്ത് അതിൻ്റെ അളവ് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്കത് കൂടുതൽ എളുപ്പമായിരിക്കും. അതുപോലെ ഇതിൻ്റെ കറക്റ്റ് അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇതിൽ ഞാൻ തക്കാളി ആദ്യമേ ഞാൻ അരിഞ്ഞ് വെക്കത്തില്ല. ചേർക്കുന്നതിന് കുറച്ച് മുന്നേ അരിഞ്ഞ് വെക്കുന്നുള്ളൂ. കാരണം തക്കാളി അരിഞ്ഞെങ്കിൽ വെള്ളമായി പോകും. അതുപോലെ ഇതിൻ്റെ ഞാൻ സവാള എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കൊച്ചുള്ളി എടുക്കുന്നുണ്ട്. കൊച്ചുള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. അതുപോലെ നാടൻ ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നാടൻ ഇഞ്ചി ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ഈ ചൈനീസ് ജിഞ്ചർ ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് തേങ്ങ വേണം. ഞാനിവിടെ 1 തേങ്ങയാണ് എടുക്കുന്നത്. ഇനി അത് തേങ്ങ നമുക്ക് വറുത്തെടുക്കണം. അതിലെ പകുതി തേങ്ങയെ നമ്മൾ ഈ കറിയിൽ വറുത്തെടുക്കുന്നുള്ളൂ. അപ്പം നമുക്കിനി തേങ്ങ വറക്കാം. തേങ്ങ വറക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ പാനിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു. ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി. ഇനി ഇതിലേക്ക് നമുക്ക് ആ തേങ്ങയുടെ പകുതി ഇട്ട് കൊടുക്കാം. 1 തേങ്ങയുടെ പകുതിയാണ് നമ്മളിടുന്നത്. ഇപ്പം ഇത് തേങ്ങ വറക്കുമ്പോൾ ചെറിയ തീയിലിട്ട് വേണം വറുത്തെടുക്കാൻ. ഒരുപാട് തീ കൂട്ടി വെച്ച് കരിച്ച് കളയില്ല. തേങ്ങ വറുത്ത് നല്ല ഒരു ബ്രൗൺ നിറമായി ആ രീതിയിൽ നമ്മൾ എടുത്തിട്ട് അങ്ങനെ കറി ഉണ്ടാക്കുമ്പോഴാണ് ഈ കറിയുടെ ഒരു പെർഫെക്റ്റ് കളർ വരുന്നത്. ഇപ്പം വറുത്തരച്ച കറി എന്ന് പറഞ്ഞാൽ നമുക്ക് കറിയൊക്കെ വെക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ നല്ലൊരു കളറൊക്കെ വരണമെങ്കിൽ നല്ല രീതിയിൽ ചെയ്യണം. കറി കാണുമ്പം കഴിക്കാനൊരു ഇത് തോന്നണം. ആ രീതിയിൽ ഉണ്ടാക്കണം. ഇപ്പോൾ ഇത് കളർ ഇങ്ങനെ ചേഞ്ചായി വരുവാണ്. ഇപ്പോൾ നല്ലതുപോലെ കളർ മാറണം, ബ്രൗൺ നിറം ആവണം. എന്നാലേ ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആവണം. ഇപ്പോഴാണ് ഒരു നല്ലൊരു ഗ്രേവിക്ക് നല്ലൊരു കളർ കിട്ടുന്നത്. തേങ്ങ ചിരകുമ്പോൾ വലിയതായിട്ടും ചെറുതായിട്ടും ഒക്കെ അങ്ങനെ തിരുമ്മി കിട്ടുമ്പോഴേ ചിലപ്പോൾ ഇത് നല്ല ഒരേപോലെ ഈ തേങ്ങ മൂത്ത് കിട്ടാൻ നല്ല പാടായിരിക്കും. അങ്ങനെയാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയ ശേഷം, അരക്കല്ല് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം ഇട്ടാൽ മതി. അപ്പോൾ ഇത് നല്ലതുപോലെ ഒരേ രീതിയിൽ തന്നെ മൂപ്പിച്ചെടുക്കാൻ പറ്റും. ചെറിയ രീതിയിലിട്ട് ചെയ്യണം. തീരെ ലോ ഫ്ലെയിം ആണെന്നല്ല, ഏകദേശം ഒരു ചെറിയ രീതിയിലിട്ട് ചെയ്യുവാണെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് മൂത്ത് കിട്ടും. തേങ്ങ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുന്ന കാര്യമാണ് ഈ വറുത്തരച്ച ചിക്കൻ കറിക്ക് പാട്. അപ്പം ഇതിനകത്തൊരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യണം. തേങ്ങ വറക്കുമ്പോൾ ഞാൻ എണ്ണ ചേർത്തതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരയ്ക്കുമ്പോൾ നല്ലതുപോലെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് വെളിച്ചെണ്ണയുടെ ചേർത്തിട്ട് അത് വറുത്ത് കേട്ടോ. ഇപ്പം നമ്മുടെ തേങ്ങ കറക്റ്റായിട്ട് ഇവിടെ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഇനി നമുക്കിതിലേക്ക് മസാല ഇടണം. ഇനി തീ വളരെ കുറച്ച് വെക്കണേ. 1 നുള്ള് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഒന്നും കൂടരുതേ. 1/4 ടീസ്പൂൺ മുളക് പൊടി,
കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ നമ്മുടെ മസാല ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫാക്കാം. ഇനി തീ ഓഫാക്കിയിട്ട് ഇത് നല്ലതുപോലെ തണുക്കണം. എന്നാലേ ഇത് കറക്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്കിത് മാറ്റി വെക്കാമേ. ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഇരുമ്പ് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണ വേണമെന്നില്ല. ഷാലോ ഫ്രൈക്ക് വേണ്ടി സാധാരണ ഓയിൽ മതിയേ. അപ്പോൾ ചിക്കൻ നല്ലതുപോലെ കഴുകി വെള്ളം വാലാൻ വെച്ചതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് ഉപ്പ് ഇത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം എടുത്ത ചിക്കനാണിത്. ഇതിന് നൈസ് മസാല എന്ന് പറയും. നൈസായിട്ട് ഇച്ചിരി മസാല, ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള മസാലയല്ല. എന്നിട്ട് ഞാൻ 10 മിനിറ്റ് വെച്ചതിന് ശേഷം എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ നൈസ് മസാല ഇട്ട് ചിക്കൻ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഷാലോ ഫ്രൈ ചെയ്തതിന് ശേഷം കറി വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ 2 ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത്. 1 കിലോ ചിക്കൻ ഉണ്ടല്ലോ. ഇനി ഇതിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഫ്രൈ ആയാൽ മതിയേ, ഒരുപാട് ഫ്രൈ ആകണ്ട, ഡീപ്പ് ഫ്രൈ ആകണ്ട. ഇനി നമുക്കിത് കോരി മാറ്റാം. തേങ്ങ ഇത് നല്ലതുപോലെ ആറിയിട്ടുണ്ട്, ചൂടാറിയിട്ടുണ്ട്. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. മീഡിയം ജാറിലാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജാറിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ നനവ് ഒന്നും കാണരുത്. അതുപോലെ നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കരുത്. നമ്മുടെ ഈ കറിക്ക്, അതായത് വറുത്തരച്ച കറി ഉണ്ടാക്കുമ്പോൾ വെള്ളം ചേർത്ത് നമ്മൾ ഈ വറുത്ത സാധനങ്ങൾ അരയ്ക്കുവാണെങ്കിൽ അതിന് യാതൊരുവിധ ടേസ്റ്റും കാണത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എനിക്കറിയാം പലർക്കും പേടിയായിരിക്കും വെള്ളം ചേർത്തില്ലേ അരയുമോ എന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു വെള്ളം ചേർക്കും. അങ്ങനെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ പോകും കേട്ടോ. അതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കല്ല, വെള്ളത്തിൻ്റെ നനവ് കാണല്ല ആ ജാറിൽ. പിന്നെ ഇത് അരയ്ക്കുമ്പോൾ നല്ലതുപോലെ അരഞ്ഞ് കിട്ടും, നല്ല മഷി പോലെ ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഞാനിതിൽ ആദ്യം പാനിൽ വെളിച്ചെണ്ണ ചേർത്തിട്ട് നമ്മൾ വറക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് വറക്കുമ്പോഴാണ് നല്ലതുപോലെ അരഞ്ഞ് കിട്ടുന്നത്. ഇപ്പം ഞാൻ അരച്ചെടുത്തുകൊണ്ട് വരാം. നല്ലതുപോലെ അരയ്ക്കണം കേട്ടോ. ഇപ്പം കണ്ടോ, ഞാനിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ കറിക്ക് വേണ്ടി എടുക്കുന്നത് 1 തേങ്ങയാണ്. 1 തേങ്ങ ഫുൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ പകുതിയാണ് നമ്മൾ വറുത്ത് അരച്ചത്. ഇനി നമ്മൾ ബാക്കി പകുതി എടുത്താണ് ഈ തേങ്ങാപ്പാൽ എടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ലേശം ചൂടുവെള്ളം, വാം വാട്ടർ അതൊഴിച്ചിട്ട് ഒന്ന് കറക്കി 2-3 പ്രാവശ്യം കറക്കി എടുത്തിട്ട് കൈകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അരിപ്പയിലോ പിഴിഞ്ഞെടുത്താൽ മതി. അത് ഞാൻ 1 കപ്പ് വെള്ളം അത്രയൊക്കെ ഒഴിച്ചാൽ മതി, ഒരുപാട് വേണ്ട. കാരണം നമ്മളിതിനകത്ത് ഈ വറുത്തരച്ച അരപ്പ് ചേർക്കുന്നുണ്ട് കറിക്ക്, അതുപോലെ തന്നെ വെള്ളവും ചേർക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഒരുപാട് തേങ്ങാപ്പാലായി കഴിഞ്ഞാൽ കറി നീണ്ടുപോകും. അല്പം കുറുകിയിരിക്കുന്ന കറിക്കാണ് ടേസ്റ്റ്. അപ്പം ഞാനൊരു മൺചട്ടിയിലാണ് ഈ കറി വെക്കുന്നത്. അപ്പോൾ മൺചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കറി വെക്കണേ, നല്ല ടേസ്റ്റാണ് ഈ വറുത്തരച്ച കറിക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴും. എണ്ണ ചൂടായപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ഏലക്ക, 1 കറുകപ്പട്ട, ഒരു ചെറിയ കഷ്ണമാണ്, അതുപോലെ 2 ഗ്രാമ്പൂ. ഇനി ഇത് നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 1 വലിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, അതുപോലെ 1 കുടം വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്. ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇത്രയും ചേർക്കണേ. 1 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക് നീളത്തിൽ കീറിയത്. ഇനി ഇഞ്ചിയുടെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റണം. അപ്പോൾ ഈ കറിക്ക് മൊത്തം ചുവന്നുള്ളി ചേർക്കുവാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ കൈക്ക് 1 പിടി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്.
അത് രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട്, അത് ചേർക്കുവാണ്. ഈ കറിക്ക് ചുവന്നുള്ളി കൂടുതൽ ചേർക്കുവാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് മൊത്തം ചുവന്നുള്ളി എടുക്കാൻ പറ്റുവാണെങ്കിൽ ചുവന്നുള്ളി എടുക്കുക. ഞാനിവിടെ എൻ്റെ കൈക്ക് ഒരു കൈപ്പിടി ചുവന്നുള്ളി എടുത്തിട്ട് അത് രണ്ടായിട്ട് കീറി വെച്ചത് ചേർത്ത് കൊടുത്തു. അതുപോലെ 2 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇപ്പം ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തേക്കുവാണ്, സവാളയും കൊച്ചുള്ളിയും കൂടെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചേർത്തതിൻ്റെ കൊച്ചുള്ളിയുടെ ഇരട്ടി കൊച്ചുള്ളി മാത്രം ചേർത്താലും മതി, നല്ല ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ലേശം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ വഴറ്റണം. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നല്ലതുപോലെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഞാൻ ചതുരത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണ്. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇപ്പം ഇത്രയും വഴണ്ടാൽ മതി. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. തീ വളരെ കുറച്ച് വെക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണേ ചേർക്കാതെ നമ്മുടെ കറിയുടെ കളറ് മാറിപ്പോവും മഞ്ഞൾപ്പൊടി കൂടി കഴിഞ്ഞാൽ. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, അത് വലിയ സ്പൂണാണ്. ഇപ്പോൾ ഈ വറുത്തരച്ച കറി ആയതുകൊണ്ടാണ് മല്ലിപ്പൊടി അത്രയും 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം, ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത് നല്ലതുപോലെ മസാലയൊന്ന് മൂത്ത് കിട്ടണം. അപ്പം ഞാനിതിൽ ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്തോ ഉള്ളതെന്ന് പറഞ്ഞാൽ അത് ചേർത്താൽ മതി. ചിക്കൻ മസാലയാണെങ്കിൽ അത് ചേർത്താൽ മതി. ചിക്കൻ മസാല ചേർക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റാണ്. കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയെ ഞാൻ ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ അകത്തൊരു ലേശം കൂടെ കൂടിയാലേ ഉള്ളൂ. അതൊരു എരിവ് അനുസരിച്ചാണ് ഓരോരുത്തർ ചേർത്ത് കൊടുക്കേണ്ടത്. എനിക്ക് തോന്നിയിട്ട് ഇത്ര എരിവ് മതിയെന്ന് തോന്നുന്നു, ഒരുപാട് കൂടുതലെല്ലാം തോന്നും. കാരണം 1 കിലോ ചിക്കന് ഈ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയുണ്ട്, പിന്നെ ഈ കുരുമുളക് പൊടിയുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചേർക്കാം. ആദ്യമേ കൂടിപ്പോയി കഴിഞ്ഞാലേ, അതുകൊണ്ട് ഞാൻ എപ്പോഴും കുറച്ച് ഈ കുരുമുളകൊക്കെ ആദ്യം ചേർക്കത്തുള്ളൂ. ഇപ്പോൾ മസാല ഇവിടെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ഈ മസാല മൂത്തുന്ന എങ്ങനെ അറിയുന്നത്. നല്ലൊരു മണം വരും മസാല മൂത്തതിൻ്റെ. അപ്പോൾ ആ ഒരു മണം വന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ചെയ്തത് നമുക്കറിയാമല്ലോ, കുറച്ച് കഴിയുമ്പോൾ അത് ചെയ്തത് നിങ്ങൾക്കും ഒന്ന് എക്സ്പീരിയൻസ് ആവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ഒരുപാട് വേണ്ട. നമ്മളിടുന്ന ചിക്കൻ ഒന്ന് മൂടി കിടക്കുന്ന രീതിയിലുള്ള ചൂടുവെള്ളം. ആ വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ലേശം ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഇടണം. ചിക്കൻ വറുത്തപ്പോഴും ഇട്ടിട്ടുണ്ട്, സവാള നമ്മൾ വഴറ്റിയപ്പോൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവൂ. വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ആ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം ഇത് തേങ്ങാപ്പാൽ ചേർക്കാനുണ്ട്, അതുപോലെ തേങ്ങ വറുത്തരച്ച് അരപ്പ് ചേർക്കാനുണ്ട്. അതുകൊണ്ട് ഒരുപാട് വെള്ളം വേണ്ട. ചിക്കൻ ഒന്ന് മൂടിക്കിടന്നാൽ മതി. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മീഡിയം തീയിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഇത് ഞാൻ തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് അടപ്പ് മാറ്റാം. അപ്പോൾ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതിൻ്റെ നിറം തന്നെ കണ്ടോ? അപ്പം നിങ്ങൾ ആ രീതിയിൽ ഇതേപോലെ ചെയ്ത് നല്ല നിറവും കിട്ടും.
ഇനി നമുക്ക് തീ ഒന്ന് ലേശം കുറച്ച് വെക്കണേ. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഇനി നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യണം. തീ വളരെ കുറച്ച് വെക്കാവേ, കാരണം ഇത് ഒന്നാം പാലാണ്, കട്ടി തേങ്ങാപ്പാലാണ്. അപ്പോൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കറി പിരിഞ്ഞു പോയി അറിയത്തില്ല. ഇനി ഇതൊന്ന് തിളയ്ക്കണം. ഈ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഇതൊന്ന് തിളയ്ക്കണം. ഇപ്പോൾ കറി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുത്തരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാമേ. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. അപ്പം കുറുകിയാൽ മതി കേട്ടോ. ഇത് ചേർത്തിട്ട് ഇനി നമുക്കതങ്ങ് ഓഫാക്കാം. ഇപ്പോൾ ഈ നമ്മൾ തേങ്ങ വറുത്തരച്ചത് ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ ആ തേങ്ങയുടെ വറുത്തരപ്പ് തിളച്ചിട്ട് എണ്ണ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പോൾ കറി കാണാൻ ഒരു ഭംഗിയും കാണത്തില്ല, ഒരു ടേസ്റ്റും കാണത്തില്ല. അതുകൊണ്ടാണ് ഇത് ലാസ്റ്റ് ചേർക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി. നമ്മൾ ഓഫ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചിടണം. എന്തായാലും ഇത് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കറിയാണ്. അതേപോലെയാണ് ടേസ്റ്റ്. നമ്മൾ ആ ചെയ്യുന്നതിൻ്റെ ഇതുണ്ട്, ടേസ്റ്റിലും ഉണ്ട്. പിന്നെ കടുക് താളിക്കുകയോടെ ചെയ്യണേ, അല്ലെങ്കിൽ ഈ കറി പൂർത്തിയാവത്തില്ല. അപ്പം ഞാനിതിൻ്റെ അകത്ത് കുറേ സമയമെടുത്ത് കുറേ ടിപ്സൊക്കെ പറഞ്ഞു തന്നാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. നിങ്ങളതുപോലെ ഫോളോ ചെയ്യണം. തീർച്ചയായിട്ടും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിപ്പോൾ നല്ലൊരു കളറാണ്. ആ വറുത്തരച്ചതിൻ്റെ ആ ഒരു നല്ല നിറം വന്നിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റിൻ്റെ ഇതിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണുന്നതെന്ന് അറിയത്തില്ല. ഇവിടെ എനിക്ക് നല്ലൊരു കളറാണ് കാണുന്നത്. ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് ഉപ്പാണ്. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില, 3-4 കുഞ്ഞുള്ളി അഥവാ കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇപ്പോൾ കൊച്ചുള്ളി മൂത്ത് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫാക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏത് കറിയായാലും നമ്മൾ ഒന്ന് താളിച്ച ശേഷം ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണേ. ആ താളിച്ചതിൻ്റെ മണം ഒന്ന് ആ കറിയിലേക്ക് പിടിക്കാനാണ്. അപ്പോൾ ഒന്ന് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു. ആഹാ, നല്ല മണം. അപ്പം നിങ്ങൾക്ക് കാണാമോ, സൂപ്പർ ലുക്കാണ് ഈ കറിക്ക്. അതേപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയാണ്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. മസാലയൊന്നും ഒട്ടും കൂടുകയോ കുറയോ ഒന്നും ചെയ്യത്തില്ല. അതേപോലെ ടേസ്റ്റാണ്. എരിവെല്ലാം പാകമാണ് കേട്ടോ. ഞാൻ ചേർത്തിരിക്കുന്ന ആ കുരുമുളക് പൊടി അത്രയുമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ചേർത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി ഇടയ്ക്ക് ഇച്ചിരി ഇട്ടൊക്കെ കൊടുക്കാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രയും എരിവ് നല്ലതാണ്. ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ചപ്പാത്തി, പൊറോട്ട, അപ്പം, എന്താ കോമ്പിനേഷൻ അല്ലാത്ത എല്ലാം കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന ഒരു ചിക്കൻ്റെ വിഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.